വിഷ്ണുപദായ കൃഷ്ണപദേ പതാകാമനാമനാചാര്യപദായ നിതായ കൃപപദായ ഗൗരവധാമഗ്രാമധാരിണെ അമ്മാവും വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ പുല്ലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യസ്ഥാനിലെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രത്യാനന്ദ ശിവ ശിവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാം ഹരേ രാമ 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 ഹരേ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. പ്രവിശ്യമാം പ്രസുദ്ധാം സഞ്ജീവ ശക്തിയഖിലരസദാം അന്യാം സഹസ്രശരണാദീം പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ യൗവന ലീലകളാണ്. ചൈതന്യ ചരിതാമൃതം ആദിലീല ഭാഗം 2 അതില് 18 വരെ നമ്മൾ വായിച്ചു തീർത്തു. 19 മുതൽ ആരംഭം. അപ്പൊ ഈ അധ്യായത്തില് ഉള്ള വിവരണമാണ്. സന്യാസി സ്വീകരിക്കുന്നത് വരെ, അതുപോലെ ശരീരമാപ്പുവിന്റെ മാമ്പഴ വിതരണം, ചാണ്ഡ്കാരുമായിട്ടുള്ള സംവാദം, 4 ദിവ്യരസങ്ങളെ ആസ്വദിക്കുന്നതിനെ കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ്. കൊണ്ടാണ് ഭക്തന്റെ രൂപം ധരിച്ചത്. സാധാരണ മനോഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഓരോരുത്തരും നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു എല്ലാവരും ദാസ്യഭാവത്തിലാണ് ശരീര മഹാപ്രഭുവിനെ സേവനം ചെയ്യുന്നത്. പ്രഭുപാദർ പറയുന്ന പോയിന്റ് നമുക്ക് നോക്കാം. ഈ 10ാമത്തെ ശ്ലോകം ഒരു ദിവസം വരാഹഭാവ വേഷത്തിൽ ചൈതന്യൻ മുരാരിയുടെ തോളിൽ കയറി. അപ്രകാരം ഇരുവരും മുരാരിയുടെ മുറ്റത്ത് നൃത്തം ചെയ്തു. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു ഭാവാർത്ഥത്തിൽ ഉപാധി പറയുന്നതാണ്, ശൂകരം ശൂകരം എന്ന് നിലവിളിച്ചു. അപ്രകാരം ഭഗവാന്റെ വരാഹാവതാരത്തിൽ ഉച്ചത്തിൽ ആഹ്വാനം ചെയ്ത് ചൈതന്യ മഹാപ്രഭു വരാഹരൂപം കൈക്കൊള്ളുകയും മുരാരിഗുപ്തന്റെ തോളിൽ കയറുകയും ചെയ്തു. സമുദ്രത്തിന്റെ അഗാധകളിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കുന്ന വരാഹലീലയുടെ പ്രതീകമായി അവിടുന്ന് ജലം നിറയ്ക്കുന്ന ഒരു ചെറിയ കിണ്ടിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ലീലയാണ്. ഓരോ സമയത്തും ഓരോ ഭാവം ചൈതന്യ മഹാപ്രഭു സ്വീകരിക്കുന്നു. ചില സമയത്ത് വളരെ എക്സ്റ്റസില് പല ഭഗവാന്റെ പല അവതാരങ്ങളെയും അനുകരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തവേ ശുക്ലാംബരേ കൈല തണ്ടുല ഫലഭക്ഷണ ഹരേ നാമ ശോകേര കൈല അർത്ഥവൃണ. ഈ സംഭവത്തിന് ശേഷം മഹാപ്രഭു ശുക്ലാംബര ബശാരി നൽകിയ അരി ഭക്ഷിക്കുകയും ബൃഹത് നാരായണ പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഹരേർ നാമ ശ്ലോകത്തിന്റെ അർത്ഥം വിപുലമായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ശുക്ലാംബര ബ്രഹ്മചാരി നവദ്വീപിൽ ഗാതീരത്തായിരുന്നു വസിച്ചിരുന്നത്. ചൈതന്യ മഹാപ്രഭു കർഷോന്മാദത്താൽ നൃത്തം ചെയ്യുകയായിരുന്നപ്പോൾ അദ്ദേഹം അരി അടങ്ങുന്ന ഒരു ഭിക്ഷാസിയുമായി ഭഗവാനെ സമീപിച്ചു. തന്റെ ഭക്തനിൽ സംപ്രീതനായ അദ്ദേഹം സഞ്ചി തട്ടിപ്പറിച്ചെടുത്ത് അരി ഭക്ഷിക്കാൻ തുടങ്ങി. ആരും അവിടുന്ന് വിലക്കിയില്ല. അപ്രകാരം അവിടെ അതിലുണ്ടായ അരി മുഴുവനും ഭക്ഷിച്ചു. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലൗ നാസ്തിവ ആത്മസാക്ഷാത്കാരത്തിന് ഭഗവാന്റെ ഹരിതിരുനാമ ജപമല്ലാതെ ഹരിയുടെ തിരുനാമ ജപമല്ലാതെ മറ്റൊരു രൂപമില്ല, മറ്റൊരു മാർഗവുമില്ല
മറ്റൊരു മാർഗവുമില്ല. കാലേ നാമരൂപ കൃഷ്ണാവതാർ നാമഹൈതേ ഹയാ സർവജഗത് നിസ്താര. കലിയുഗത്തിൽ കൃഷ്ണൻ നാമരൂപം അവതരിച്ചിരിക്കുന്നു. ദിവ്യനാമ ജപത്തിലൂടെ ഒരുവൻ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നു. ഈ നാമം ജപിക്കുന്ന ഏതൊരുവനും നിശ്ചയമായും മോചിപ്പിക്കപ്പെടും. ഹരേ ജഡോഗ സാധനങ്ങൾക്ക് മനസ്സിലാക്കാനായി ഈ ശ്ലോകത്തിൽ ഊന്നി പറയുന്നത് ഏവ തീർച്ചയായും എന്ന പദവും ഹരേ നാമം ഹരിയുടെ നാമം എന്ന പദവും 3 തവണ ആവർത്തിച്ചിരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയോട് എന്തെങ്കിലും ഊന്നി പറയണമെങ്കിൽ 3 തവണ ഇത് നിർബന്ധമായും ചെയ്യണം, നീ നിർബന്ധമായും ചെയ്യണം, നീ നിർബന്ധമായി ഇത് ചെയ്യണം എന്ന് ആവർത്തിക്കുന്നത് പോലെ അപ്രകാരം ജനങ്ങൾ ഗൗരവത്തിലെടുക്കുന്നതിന് വേണ്ടിയും അവർക്ക് സ്വയയുടെ കുരുക്കിൽ നിന്ന് മുക്തരാകുന്നതിന് വേണ്ടിയും ബൃഹദ്നാരായണ പുരാണം ദിവ്യ നാമകീർത്തനത്തെ 3 വട്ടം ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞു. ഹരേ കൃഷ്ണ മഹാമന്ത്രം നിർദ്ദിഷ്ട തത്വങ്ങൾക്കനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ യഥാർത്ഥത്തിൽ ആധുനിക തലത്തിലേക്ക് നിറഞ്ഞു അത് അനുഭവം കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം അപരാധരഹിതമായി ദിവസവും 16 മാലയെങ്കിലും ജപിക്കണമെന്ന് ഞങ്ങളുടെ ശിഷ്യന്മാരോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അത് വിജയം സംശയമായി ഉറപ്പാക്കുന്നു. കേവല ശബ്ദേ പുനരഭിനിശ്ചയകരണ ജ്ഞാനയോഗതപ ആദി കേവലം മാത്രം എന്ന വാക്കിന് ജ്ഞാനം, തപശ്ശരികൾ, കലേശകർമ്മങ്ങൾ, വഹനം ആദിയായ മറ്റെല്ലാ പ്രക്രിയകളും നിരോധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൃഷ്ണാവ പ്രസ്ഥാനം ഹരേ കൃഷ്ണ മന്ത്രത്തിൽ മാത്രം ഊന്നൽ. എന്നാൽ കലിയുഗത്തിൽ വിജയസം അറിയാതെ അനാവശ്യമായി ജ്ഞാനപോഷണത്തിനും അഷ്ടാംഗ പരിശീലനത്തിനും ധാർമ്മികർമ്മങ്ങളിലും കഠിന വ്രതങ്ങളിലും അവർ വെറുതെ സമയം പാഴാക്കി അനുയായികളെ വഴിതെറ്റിക്കാണ്. ഞങ്ങൾ ഇത് തുറന്നു ചൂണ്ടിക്കാട്ടുമ്പോൾ എതിർഭാഗത്തിലെ ആളുകൾ ഞങ്ങൾക്ക് നേരെ വളരലും. പക്ഷെ ശാസ്ത്ര അനുശാസനങ്ങൾ അനുസരിച്ച് ജ്ഞാനികളും യോഗികളും കർമ്മികളൊന്നും തവികളൊന്നും ഒക്കെപ്പെടുന്നവരുമായി അനുജനത്തിലെത്താൻ കഴിയില്ല. ഞങ്ങളെ പോലെ തന്നെ ശ്രേഷ്ഠരാണ് അവരെന്ന് പറയുമ്പോൾ മാത്രമാണ് ശ്രേഷ്ഠരെന്ന് അവരും ശ്രേഷ്ഠരല്ലെന്ന് ഞങ്ങൾ നിർബന്ധമായും പറയേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ മർക്കടമുഷ്ടിയല്ല, ശാസ്ത്രങ്ങളുടെ കൽപ്പനയാണ്. നാം ശാസ്ത്രോക്തങ്ങളിൽ നിന്നും വ്യതിചലിക്കരുത്. ചൈതന്യ സിദ്ധാന്തത്തിന്റെ അടുത്ത ശ്ലോകത്തിൽ വ്യതിചലിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് എപ്പോഴും വിമർശനം നേരിടുന്നുണ്ട്. അതാണ് അപ്പൊ ഇവിടെ കർമ്മികളുണ്ട്, ജ്ഞാനികളുണ്ട്, തപസ്സുകൾ, അഷ്ടാംഗ യോഗികൾ. അപ്പൊ ഇവരുമായി അനുരഞ്ജനത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അവര് പറയും അവരാണ് ശ്രേഷ്ഠർ, നമ്മളാണ് ശ്രേഷ്ഠർ. പക്ഷെ നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പ്രത്യേക കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭുപാദർ പറയുന്നത് കൃഷ്ണഗിരിയിലെ തന്നെ കൃഷ്ണൻ സേവന ഭാവത്തെ, അതായത് ഗോപികമാരുടെ പ്രണയം സ്വീകരിക്കുന്നു. അതേസമയം ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെയാണ് ഇവിടെ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രഭുപാദർ പറയുന്നത് അപ്പൊ ഇത് വിരോധാഭാസമല്ലേ എന്ന് വിമർശിച്ചേക്കാം. പക്ഷെ ഭഗവാൻ അചിന്ത്യ ശക്തി സ്ഥിരീകരിക്കുന്നയാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പൊ ബ്രാഹ്മണര് പറയും ബ്രാഹ്മണന്റെ ശൈലി ജനിക്കാതെ അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ പറക്കാതെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയില്ല, ശാസ്ത്രത്തെ കുറിച്ച് അറിയില്ല, മറ്റുള്ളവരും താഴ്ന്ന ജാതിക്കാരാണ് എന്ന് പറയുന്ന സ്മാർത്ത ബ്രാഹ്മണരുണ്ട്. പലപ്പോഴും അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. ഇവരെല്ലാം ബ്രാഹ്മണല്ല, ശൂദ്രകുലിൽ ജനിച്ചതാണ്, ഫോറിനേഴ്സ് ആണ്, പക്ഷെ ഇവരെല്ലാം ബ്രാഹ്മണതയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു
പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ പ്രഭുപാദർ പറയുന്നത് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തന്നെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ പോലും വിദേശീയരാണ്, അന്നും സന്യാസം സ്വീകരിച്ചിട്ടുള്ളവരുമായിട്ടുള്ളവരെല്ലാം കൂടുതൽ വിദേശികളാണ്. അപ്പൊ അവരെങ്ങനെ ആ ഉയർന്ന നിലവാരത്തിൽ വന്നു? ഇപ്പൊ പ്രഭുപാദര് ഒരിക്കല് ഒരു ക്ഷേത്രത്തിൽ സജീവങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം ചേർന്ന് ഉടനെ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളം എടുത്ത് ഒക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചു. ബാത്തിങ് സെറമണി, അഭിഷേകം. ഇപ്പൊ നോക്കിയപ്പോ വളരെ അതിശയമായി. നോക്കിയപ്പോ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ്, കപ്പ് വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല അഭിഷേകം ചെയ്യേണ്ടത് എന്ന് പ്രഭുപാദര് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ പലർക്കും അങ്ങനെയുള്ള ഒരു സമൂഹമാണ് പ്രഭുപാദര് മാറ്റിയെടുത്തിരിക്കുന്നത്. അതുപോലെ ഗുരുമാരെ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഒരിക്കല് തന്റെ സെർവന്റ്, അതായത് ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഒരു ക്ഷേത്രം സന്ദർശിക്കുന്നതിന് സാധാരണ നമ്മൾ ചപ്പൽ ഊരിയിട്ടാണ് അകത്ത് പോവാറ്. അപ്പൊ പുറത്തിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് മൈപ്പൽ എന്ന് പറഞ്ഞു. അപ്പോ ശിഷ്യൻ അദ്ദേഹത്തിന്റെ സെർവന്റ് ഗുരുമാരേന്റെ ചപ്പല് കയ്യിൽ എടുത്തിട്ട് ഗുരുമാരേജ് അകത്ത് കയറി ഗുരുമാരനോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പൊ ഗുരുമാരെ നോക്കിയപ്പം അത് എന്താ പറയാ, അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന് പിന്നെ ചപ്പൽ. അപ്പോ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൂടി അറിഞ്ഞുകൊടുത്ത ഒരു രാജ്യത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഏതാണ് തെറ്റ്, ഏതാണ് ശരി, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചാണ്. ഒരിക്കൽ ടെമ്പിൾ പ്രസിഡന്റ് ബാത്റൂമിൽ കയറി. അപ്പൊ അത് വളരെയധികം വിമർശനമായി പ്രഭുപാദരുടെ അടുത്തെത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരേ പൈപ്പിലെ വെള്ളം തന്നെ ബാത്റൂമിലും കുരിശിലും എല്ലായിടത്തും ഒഴുകുന്നു, കുടിച്ചത് തെറ്റ് എന്നാണ് ചോദ്യം. അപ്പോ പിന്നീട് പ്രഭുപാദര് പറഞ്ഞ് മനസ്സിലാക്കി, ഒരേ വെള്ളമാണെങ്കിലും സാധാരണ ബാത്റൂമിൽ കയറി നമ്മൾ വെള്ളം കുടിക്കില്ല, അതിന് തനിയെ പൈപ്പുണ്ട്. അപ്പൊ ഇവിടെ കലിയുഗത്തില് ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മഹാത്മ്യം അല്ലെങ്കിൽ ഭാവാനെ കുറിച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായും ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ. കലികാല നാമരൂപേഷ്ണ ഇവര് നമ്മുടെ അസുര ശക്തികളെ അല്ലെങ്കിൽ അസുര ഗുണങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നാമരൂപത്തിലാണ് ഭഗവാൻ അറിയിക്കുന്നത്. അപ്പൊ നാമം തുടർച്ചയായിട്ട് ജപിക്കുന്ന വ്യക്തി മാത്രം നമ്മൾ കൂടിയിരിക്കുന്ന അസുര ഗുണങ്ങളെ പുറത്താക്കാൻ കഴിയും. ഹരേ ആവർത്തിച്ച് പറയാനുള്ള കാരണം 75-ാമത്തെ ശ്ലോകം. നഹിബേ നിസ്താര നഹി നഹി മറ്റേതൊരു മാർഗം സ്വീകരിക്കുന്നവര് മോചനം സാധ്യമല്ലെന്ന് ഈ ശ്ലോകം വ്യക്തമായി സ്ഥാപിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ പ്രക്രിയ മറ്റൊന്നും ഇത് 3 വട്ടം ആവർത്തിച്ച് ുള്ള കാരണം ഇതാണ്. തൃണാഹൈതേ നിജഹന സബാലാഭേ നാമ ആപനി നിരാഭിമാനി അന്യേ ദിവമാന. നിരന്തരം ദിവ്യനാമം കീർത്തിക്കാനായി ഒരുവൻ എല്ലായ്പ്പോഴും തെരുവിലെ പുൽപ്പടിയേക്കാൾ താഴ്ന്നവനും സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവനും പക്ഷെ മറ്റുള്ളവർക്ക് സ്വയം എല്ലാ ബഹുമാനങ്ങളും നൽകുന്നവനും ആയിരിക്കണം. ഇപ്പൊ ദിവ്യനാമം ജപിക്കുക എന്നുള്ളത് വളരെ ജനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. ചാൻഡ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി. പക്ഷെ അടുത്ത സ്റ്റേജ് പറയുന്നത് നമ്മള് ഏത് മനോഭാവത്തിലായിരിക്കണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടത്, അതിനുള്ള യോഗ്യത എന്താണ്? അതാണ് ഇവിടെ. പുൽക്കൊടിയേക്കാൾ താഴ്മയുള്ളവനും സ്വയം ബഹുമാനം പ്രതീക്ഷിക്കാത്തവനും
മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കുന്നവനും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിരന്തരം ഹരിനാമം ജപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഭക്തിയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിനയം. തരുസമാ സഹിഷ്ണുത വൈഷ്ണവ കരിവേ പർച്ചന താടേ കരേ കിശൂന ബലിവേ. നാമജപത്തിൽ വ്യാപൃതനായിരിക്കുന്ന ഭക്തൻ വൃക്ഷത്തെ പോലെ സഹിഷ്ണുവനായിരിക്കണം. ശാസിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ പോലും അവൻ ആരോടും പ്രതികാരമായി ഒന്നും ഉരിയാടുക പോലും ചെയ്യരുത്. നമുക്കൊരു ചെറിയ കാര്യം മതി നമ്മുടെ ഭക്തിയുടെ സേവനം ഉപേക്ഷിച്ചു പോകാൻ, അല്ലേ? കാടിലേഹത്തരൂയന കിശുന ബോലേയാം സുഗായ മരേതപൂ ജലാനാമകയാം. ഒരു വൃക്ഷത്തെ ഛേദിച്ചാൽ പോലും അത് പ്രതിഷേധിക്കുന്നില്ല. അതുപോലെ അത് ഉണങ്ങുകയും മരിക്കുവാണെങ്കിലും ആരോടും ജലം ആവശ്യപ്പെടുകയില്ല. വൃക്ഷത്തെയാണ് ഇവിടെ നമ്മൾ ഉദാഹരണമായി പറയുന്നത്. പ്രഭുപാദ് പറയുന്നത് ക്ഷമാശീലം, ക്ഷമാപരിശീലനം, അതായത് തരോ ഇവ സഹിഷ്ണുത വളരെ പ്രയാസമേറിയതാണ്. അത്ര എളുപ്പമല്ല, നമുക്ക് പറയാൻ എളുപ്പം. പക്ഷെ യഥാർത്ഥത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിൽ മുഴുകുമ്പോൾ സഹനശക്തി സ്വയമേവ വികസിക്കുന്നു. ഹരേ കൃഷ്ണ ജപത്തിലൂടെ ആധ്യാത്മിക ബോധത്തിൽ പുരോഗതി ആർജിച്ച ഒരു വ്യക്തി സംയമനത്തിന് പ്രത്യേകം പരിശീലിക്കേണ്ടതില്ല. എന്തെന്നാൽ പതിവായി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭക്തൻ എല്ലാ സദ്ഗുണങ്ങളും വളർത്തുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സദ്ഗുണങ്ങൾ വരുന്നില്ല? നമ്മൾ നാമം ജപിക്കും എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോ നാമം ജപിക്കുമ്പോൾ നമ്മൾ അപരാധങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള നാമജപം എന്ന് പ്രഭുപാദ് പറയും. അതുപോലെ മിനിമം 16 മാല എല്ലാ ശിഷ്യന്മാരും ജപിക്കണം എന്ന് പ്രഭുപാദ് പറയും. ഏയ് മത വൈഷ്ണവക്കാരെ കിശുനാമാകിബ അയാചിത്ത ബുദ്ധിക്കും ശാഖപാൽക്കായി. അപ്രകാരം ഒരു വൈഷ്ണവൻ ആരിൽ നിന്നും ഒന്നും ആവശ്യപ്പെടരുത്. ആവശ്യപ്പെടാതെ ആരെന്തെങ്കിലും നൽകുന്ന പക്ഷം അവനത് സ്വീകരിക്കണം. പക്ഷെ ഒന്നും അങ്ങനെ വന്നു ചേരാത്ത പക്ഷം അവൻ അനായാസം ലഭ്യമാകുന്ന പച്ചക്കറികളും പഴങ്ങളും മറ്റും ഭക്ഷിച്ച് സംതൃപ്തനാകണം. അതുകൊണ്ടാണ് നമ്മുടെ ബ്രാഹ്മണര് 5 വീടുകളിൽ മാത്രമേ ഭിക്ഷ ചോദിക്കാൻ പാടുള്ളൂ. ഈ 5 വീടുകളിലും ഒന്നും തന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണിയാണ്. സംസാരം പഠിപ്പിക്കുന്നു. സദാ നാമല ഇവ യഥാലാപതേ സന്തോഷ യൈതേ ആചാരക്കരേ ഭക്തിധർമ്മഘോഷ. എല്ലായ്പ്പോഴും ദിവ്യനാമം ജപിക്കുന്ന എന്ന തത്വം നിഷ്ഠയോടെ പിന്തുടരുകയും അനായാസം ലഭ്യമാകുന്ന എന്തും കൊണ്ടും സംതൃപ്തനാകുകയും വേണം. അങ്ങനെയുള്ള ഭക്തിപരമായ പെരുമാറ്റം ഇവൻ ഭക്തിധർമ്മത്തെ പോഷിപ്പിക്കും. അതാണ് ഇതേയും പറയാം, യസൃഷ ലാഭസന്തുഷ്ടോ മത്സരം. യസൃഷ ലാഭം, എന്ത് കിട്ടുന്നു അത് വെച്ച് നമ്മൾ സംതൃപ്തരായിരിക്കണം. പുൽക്കടിയേക്കാൾ താഴ്ന്നവരാണ് സ്വയം കരുതുന്നവരും ആകർഷണമുള്ളവനും സ്വയം ബഹുമാനം ആഗ്രഹിക്കാൻ മറ്റുള്ളവർക്ക് എല്ലാ ആദരവും എല്ലായ്പ്പോഴും തയ്യാറുമായവരും എപ്പോഴും ഭഗവാന്റെ ദിവ്യനാമം അനായാസം കീർത്തിക്കാൻ കഴിയും. ഇതാണ് കൃഷ്ണമന്ത്രം ജപിക്കാനുള്ള യോഗ്യത. ഇപ്പൊ ഇത് മുടക്കത്തിൽ ഒരാളുടെ പറയാറില്ല, പക്ഷെ ആദ്യം ഒരു നാമം ജപിക്കാൻ നമ്മൾ പ്രോത്സാഹിക്കാറ്. പക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു അപരാധമില്ലാതെ ജപിക്കാൻ പഠിക്കാനുള്ള യോഗത്തില് തൃണത്തെ പ്രത്യേകിച്ചും പരാമർശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ചവിക്കുകയും പ്രതിഷേധിക്കുന്നുമില്ല. ഒരു ഗുരുവോ അല്ലെങ്കിൽ ആധ്യാത്മിക നേതാവോ പദവിയിൽ അഹങ്കരിക്കരുതെന്ന് ഈ ഉദാഹരണം ധ്വനിക്കുന്നു. ഒരുവൻ സാധാരണ മനുഷ്യനേക്കാൾ വിനീതനായി ഹരേ കൃഷ്ണ മന്ത്രത്തിലൂടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ധർമ്മം പ്രചരിപ്പിക്കണം. പ്രഭു ഡാക്കോണില് നമ്മൾ ആദ്യം ഒരു ന്യൂ ആയിട്ട് ജോയിൻ ചെയ്യും. ആദ്യം
ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള സേവനം. അതായത് ഇപ്പോ ബാത്റൂം ക്ലീൻ ചെയ്യുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള സേവനം. ഇപ്പൊ ഒരുപക്ഷെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആളായിരിക്കും. ഇപ്പൊ ബോംബെ ചൗപ്പാട്ടിയില്ല, അതുപോലെ മായപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ഹൈ നോളേഡ് ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെങ്കിലും തുടക്കത്തില് അപ്പൊ അവിടെ നിന്നാണ് എന്തിനു വേണ്ടി ചോദിച്ചാല് ആ വിനയം വരുന്നതിന് വേണ്ടി. അതുപോലെ പുസ്തക വിതരണം ചെയ്യുമ്പോൾ പല വിമർശനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ സഹിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. പുസ്തക വിതരണത്തിന് പോകുമ്പോൾ എല്ലാവരും ഞാൻ പുസ്തകം എന്ന് പറയില്ല. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ വിമർശിക്കും. ചിലവുകളില് കയറി ചെല്ലുമ്പോൾ അവര് പട്ടി അഴിച്ചു വിടാറുണ്ട്, ഏറ്റടയ്ക്കാറുണ്ട്, അല്ലേ? ചിലപ്പം തെറി വിളിക്കും വരും. ഇപ്പോ ഉദാഹരണം, അതായത് ഒരുവൻ സാധാരണ മനുഷ്യക്കാൽ വിനീതനായി ഹരേ കൃഷ്ണ മന്ത്ര ജപത്തെ ചൈതന്യമാപ്പിന്റെ ധർമ്മം ഊർദ്ധബാഹു സർവലോക ആമസൂത്രേ ഗ്രന്ഥര കണ്ടേ കൈകൾ ഉയർ ഞാൻ പ്രഖ്യാപിക്കുന്നു, എല്ലാവരും കേൾക്കൂ. ഈ ശ്ലോകം സ്മരണയ്ക്ക് വേണ്ടി കഴുത്തിൽ ധരിക്കുക. അപ്പൊ ഇത് എഴുതി നമ്മളെ കഴുത്തെട്ടിക്കിടണം. ഈ ശ്ലോകം ഇത് നമ്മൾ ഓർമ്മിക്കുള്ളൂ. ഹരേ കൃഷ്ണ മന്ത്ര ജപത്തിന്റെ ആരംഭത്തിൽ നാമാഭാസമെന്നും അപരാധമെന്നും അറിയപ്പെടുന്ന അനേകം അപരാധങ്ങൾ ഉണ്ടായേക്കാം. ഘട്ടത്തിൽ സാധ്യതയും അതുകൊണ്ട് പറഞ്ഞിട്ടത് തത്വങ്ങൾ അനുസരിച്ച് മഹാമന്ത്ര ശ്രദ്ധിക്കണം. ജപം എന്നത് മേൽചുണ്ട്, കീഴ്ചുണ്ട്, നാവ് എന്നീ ഉൾപ്പെടുന്ന പ്രവൃത്തിയാണ്. ഇവ മൂന്നും നാമജപ വ്യാപൃതമാകുന്നു. ഹരേ കൃഷ്ണ എന്ന വാക്കുകൾ വളരെ സ്ഫുടമായി ഉച്ചരിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. ചിലർ നാക്കിന്റെയും ചുണ്ടുകളുടെയും സഹായത്തോടെ ശരിയായി ഉച്ചരിക്കാതെ യാന്ത്രികമായി ഒരു ശീലം ഉണ്ടാക്കാറുണ്ട്. ജപം ലളിതമാണ്, പക്ഷെ നിർബന്ധമായും അത് ഗൗരവപൂർവ്വം അനുഷ്ഠിക്കണം. അതിൽ ഈ ശ്ലോകം എല്ലായ്പ്പോഴും കഴുത്തിൽ കോർത്ത് കൊണ്ട് നടക്കാൻ ക്ഷണിതാമായ കൃഷ്ണദാസ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇപ്പൊ പ്രഭുപാദയുടെ ബുക്സ് തന്നെ ഇത് എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്നത് അല്ലേ? കൃഷ്ണ ഭഗവത്ഗീതയിൽ അതിരിട്ടുണ്ട്, ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ അതിനും ഇട്ടുണ്ട്, ഇതിന് ചരിതാമര നമ്മൾ ആ ലെവലിലേക്ക് വരണം. അതിനു വേണ്ടിയാണ്. പ്രഭു ആജ്ഞായശരണ അവശ്യ തബേ കൃഷ്ണ. ഈ ശ്ലോകത്തിലെ മഹാപ്രഭുവിന്റെ ആദ്യം നിശ്ചയമായും പിന്തുടരണം. ഒരുവൻ ചൈതന്യന്റെയും ഗോസ്വാമിയുടെയും കാലടികൾ നിഷ്പടമായി പിന്തുടരുന്ന പക്ഷം തീർച്ചയായും ശ്രീചരണങ്ങൾ പ്രാപിക്കാൻ കഴിയും. തബേ ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ ഒരു വർഷം മുഴുവൻ രാത്രികളിലും ഭജന സങ്കീർത്തനം ചെയ്തു. കപാടതിയ കീർത്തനക്കരെ പരമ ആവേശം പാണ്ഡി ഭാഷാൻ ഭാസിയെ പൈല പ്രവേശേ. വാതിൽ അടച്ചിട്ടായിരുന്നു ആവേശഭരിതമായ സംഗീതം നടന്നത്. അതിനാൽ പരിഹസിക്കാൻ എത്തിയ അവിശ്വാസികൾക്ക് പ്രവേശിക്കാൻ നമ്മള് മായ പോകുമ്പോ കാണാം ഭവനം, അവിടെ വെച്ചാണ് മഹാപ്രഭു ഡെയിലി നാമസങ്കീർത്തനം ചെയ്യുന്നത്. അപ്പോ അടച്ചിട്ടാണ്. കാരണം മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസമില്ലാത്തവർക്ക് അവിടെ പ്രവേശനമില്ല.
വാതിൽ അടച്ചിട്ടായിരുന്നു ആവേശകരമായ സംഗീതം നടന്നു. അതിനാൽ പ്രവേശിക്കാൻ എത്തിയ വിശ്വാസികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഹരേ മഹാമന്ത്ര കീർത്തനം എല്ലാവരും ചെയ്യാതാണ്. പക്ഷെ ചിലപ്പോൾ സംഗീതത്തിനേറ്റം തടസ്സപ്പെടാൻ അവിശ്വാസികൾ പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചിടണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. നിർവാജ്യരായ കീർത്തനക്കാർ മാത്രമേ പ്രവേശിപ്പിക്കാവൂ. അതവരെ പ്രവേശിക്കരുത്. പക്ഷെ സംഘം ചേർന്ന് നാമസങ്കീർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ക്ഷേത്രവാതിലുകൾ തുറന്നിടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവാൽ ഈ നയം നല്ല ഫലവത്താവുന്നു. പലപ്പോഴും നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കാനും കേൾക്കാനും അവസരത്തിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടാണ് നമ്മൾ ചെയ്യാറ്. അടച്ചിട്ടിട്ട് ചെയ്യാറില്ല. പക്ഷെ അതില് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വൈബ്രേഷൻ ഭക്തന്മാരോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഭക്തന്മാരോട് നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നമുക്ക് തോന്നും. അതിന്റെ കാരണം ഒരുപാട് പാരൻസ് ചൈതന്യ മഹാപ്രഭു ഇതുപോലെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മചാരി അത് യോഗി ഒന്ന് കേൾക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് പറയിച്ചു. ഇപ്പൊ എല്ലാവരും നോക്കുകയാണ് ആരാണ് അവിശ്വാസി. അപ്പൊ അതുപോലെ ശ്രീവാസ് താക്കൂർ ഭവനത്തിൽ ഒരിക്കൽ നാമകീർത്തനം നടക്കുമ്പോ ശ്രീവാസ് താക്കൂറിന്റെ മകൻ ശരീരം ഉപേക്ഷിച്ചു. പക്ഷെ അത് അറിഞ്ഞിട്ടും ആരും ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞില്ല. ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു ചൈതന്യ മഹാപ്രഭു. ചൈതന്യന്റെ എക്സ്റ്റക്കി അതിന് പങ്കപ്പെടണ്ട എന്ന് എല്ലാവരും ചിന്തിച്ചു. പിന്നീട് ചൈതന്യ മഹാപ്രഭു പോയി ആ മകൻ എഴുന്നേക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ലീലകളെല്ലാം നടന്ന സ്ഥലമാണ് ശ്രീവാസ് അങ്കൻ. എത്ര പേര് അവിടെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. കീർത്തസുനീരെ താരാജ്വലി പുടിമാരെ ശ്രീവാസേര സുഖ യുക്തി വരെ പ്രകാരം അവിശ്വാസികൾ ഏറെ പ്രശ്നപ്പെടുകയും അസൂയ മൂലം മൃതപ്രായരാകുകയും ചെയ്തു. പ്രകാരം ചെയ്യുന്നതിന് അവർ ശ്രീവാസ്താൻ പല വിധത്തിൽ പദ്ധതികൾ ഇട്ടു. അപ്പൊ അന്നും വിശ്വാസികളുണ്ടായിരുന്ന അവർ നാമകീർത്തനത്തിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭവാനി പൂജാമഗ്ലന രാത്രി ഒരു രാത്രി ശ്രീവാസ് താക്കൂറിന്റെ ഭവനത്തിൽ കീർത്തനം ബോധനും ആചാര്യനും അവിശ്വാസി നേതാവും ഗോപാല ചപ്പലൻ ബ്രാഹ്മണൻ ദുർഗാദേവിയെ പൂജിക്കുന്നതിനുള്ള അൻസാരികളെല്ലാം ശിവാക്കൂറിന്റെ വാതുക്കൾ ശ്രീവാസ് താക്കൂർ യഥാർത്ഥത്തിൽ ഒരു ശാക്തൻ അഥവാ ദുർഗാദേവിയുടെ ആരാധകനാണെന്ന് ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ഗോപാല ചപ്പലൻ എന്ന ബ്രാഹ്മണൻ ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തു. ബംഗാളിൽ കാളിഭക്തന്മാരും കൃഷ്ണഭക്തരും നിരന്തര മത്സരമുണ്ട്. കാളിഭക്തന്മാർ ഏറ്റവും കൂടുതലുള്ളത് ബല്ലാണ്. കാളി ക്ഷേത്രം തന്നെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കാളി ക്ഷേത്രം. അവിടെ മനുഷ്യന് തന്നെ കുരുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴില്ല, പക്ഷെ ഇപ്പോഴും ആടിനെ കുരുതി കൊടുത്ത് പ്രസാദം പറഞ്ഞ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇപ്പൊ ഭഗവാനിവിടെ പറയുന്നത് എപ്പോഴും കൃഷ്ണഭക്തരും കാളിഭക്തരുമായി നിരന്തരം വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്, മത്സരമുണ്ട്. ബംഗാളികൾ പ്രത്യേകിച്ച് മാംസഭോജികളും മദ്യവ്യാപാനികളുമാണ് അവർ. ദുർഗ, കാളി, ശീതള, ചണ്ഡി എന്നീ ദേവതമാരെ തീവ്രമായി ആരാധിക്കുന്നവരാണ്. ദുർഗാപൂജ വളരെ ഫേമസ് ആണ് ബംഗാളിൽ, കേട്ടിട്ടുണ്ടാവും. ശാക്തന്മാർ അഥവാ ശാക്തി തത്വത്തെ ആരാധിക്കുന്നവരെ അറിയപ്പെടുന്ന അത്തരം ഭക്തന്മാർ എല്ലായ്പ്പോഴും വൈഷ്ണവരോട് ദേഷ്യമുള്ളവരാണ്. ശ്രീവാസ് താക്കൂർ നവദ്വീപിൽ പ്രശസ്തനും ബഹുമാനീയനുമായ ഒരു വൈഷ്ണവനായിരുന്നതിനാൽ അദ്ദേഹത്തെ
ശാക്തയുടെ തലത്തിലേക്ക് താഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ അന്തസ്സിന് കോട്ടം വരുത്താൻ ഗോപാലചപ്പൻ ആഗ്രഹിച്ചു. അതിനാൽ അവൻ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിന്റെ വാതിൽക്കൽ ശിവപത്നിയായ ഭവാനിയെ പൂജിക്കുന്നതിന് ആവശ്യമായ ചുവന്ന പുഷ്പം, വാഴയില, കുപ്പി, മദ്യം, രക്തചരക്കുഴമ്പ് തുടങ്ങിയ സാമഗ്രികൾ സ്ഥാപിച്ചു. ഭാവത്തിൽ തന്റെ ദേഹത്തിൽ വാതിൽ ഈ സാമഗ്രികളെല്ലാം കണ്ട ശ്രീവാസ് ഠാക്കൂർ മാന്യനും ആദരണീയമായ അയൽവാസികളെ വിളിച്ചു വരുത്തി. ഈ സാമഗ്രികളെല്ലാം രാത്രി താൻ ഭവാനിയെ പൂജിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ായ അയൽവാസികളെ ഉത്പാദിപ്പിച്ച സാധനങ്ങളെല്ലാം നീക്കിച്ച് ജലവും ചാണകവും തളിച്ച് അവിടെ ശുദ്ധിയാക്കി. ഗോപാലചപ്പനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ചൈതന്യഭാവത്തിൽ പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു. കാലാരപാതവയിലെ ഹരിദ്രാസിയൂര ആരാ രക്തചന്ദന കണ്ടൂല. ഒരു വാഴയിലയിൽ അവൻ ആരാധനയ്ക്ക് ആവശ്യമായ ഓടപുഷ്പം, മഞ്ചൾ, സിന്ദൂരം, രക്തചന്ദനം, അരി മുതലായ വെച്ചു. മദ്യപാണ്ഡാഭാഷേതരി നിജഖരേഖയം പ്രാതകാലേ ശ്രീവാസതഃ തേ ദേഖിലഃ. സമീപ ഒരു പാത്രവും മദ്യവും വെച്ചു. വെള്ളത്തിൽ ഗൃഹകവാടം തുറന്നു ശ്രീവാസ് ഠാക്കൂർ ഇവയെല്ലാം കണ്ടു. ബഡാ ബഡാ ലോകസഭ അനില ബോലായിലാം കഹേ ശ്രീവാസ ഹാസിയ ഹാസിയ. ശ്രീവാസ് ഠാക്കൂർ അയൽവാസികളായ ബഹുമാന്യ ജനങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു. കരിയാമി ഭവാനി പൂജന അമാരമ ഹിമേ സജ്ജ. ജനങ്ങളെ എല്ലാവരും ഞാൻ ഭവാനി പൂജിച്ചു. പൂജയ്ക്കുള്ള സാമഗ്രികൾ ഇവിടെ കാണാവുന്നതിൽ ബ്രാഹ്മണരും ഉന്നത കുലീനരുമായ നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. വൈദിക സമ്പ്രദായ പ്രകാരം 4 ജാതികളാണ്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. അത് താഴെ പഞ്ചമരുണ്ട്. ശൂദ്രനേക്കാൾ അധമരാണ്. ഉയർന്ന ജാതിക്കാർ പോലും ബ്രാഹ്മണർ സജ്ജനങ്ങൾ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണർ പ്രത്യേകിച്ച് തന്നെ സജ്ജനങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെ ആദരണീയ മാന്യന്മാർ എന്നറിയപ്പെടുന്നു. ഇപ്പോ രാമും ശ്രീ വൈശ്യരും സാധാരണ പൂണൂല് കർമ്മമുണ്ട്, പൂണൂലാറുണ്ട്. ഇപ്പൊ ഇന്നും കേരളത്തിൽ അത് പോയി കഴിഞ്ഞാൽ വൈശ്യ, ക്ഷത്രിയർ അവരെല്ലാം കാണാം. ബ്രാഹ്മണർ പ്രത്യേകിച്ച് ധനജനങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെ നയിക്കുന്ന ആദരണീയ ഗണ്യന്മാർ എന്നറിയുന്നു. ബ്രാഹ്മണരെ സമീപിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അപ്പൊ അന്ന് ഒരു സമയത്ത് ബ്രാഹ്മണർക്ക് നല്ലൊരു സ്ഥാനവും ഉണ്ടായിരുന്നു. അവരെ സമീപിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താറ്. അതിനാൽ ഓരോ ഗ്രാമവും നഗരടിച്ച് സമാധാനമായി തീർന്നു. പിൽക്കാലത്ത് സംസ്കാരപൂർണമായ ഒരു സമൂഹം വീണ്ടെടുക്കുന്നതിന് ലോകം മുഴുവൻ ബ്രാഹ്മണനും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായ രാഷ്ട്രീയമായ സാമൂഹിക ഏർപ്പെടുത്തണം. അല്ല പക്ഷെ കുറച്ച് ജനങ്ങളെങ്കിലും ബ്രാഹ്മണരായി പരിശീലിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ സമാധാനം ഉണ്ടായില്ല. ഇത് പ്രഭുപാദരുടെ പോയിന്റ്സ് ആണ്, നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അതുകൊണ്ട് പ്രഭുപാദരെ ദൈവ വർണ്ണാശ്രമ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞത്. അതുപോലെ പ്രഭുപാദരുടെ പ്രധാന ഉദ്ദേശം ഫസ്റ്റ് ക്ലാസ് ബ്രാഹ്മണരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം ബ്രാഹ്മണരാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടത്. അപ്പൊ അവരില് ശാസ്ത്രീയ ജ്ഞാനം അല്ലെങ്കിൽ സംസ്കാരം ഇല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പഠിക്കും. പ്രഭുപാദരുടെ പ്രധാന ഉദ്ദേശം അതായിരുന്നു. എന്നിരുന്നാലും ഡിവിഷൻസ് ഉണ്ട്. എല്ലാവരും ഒരേ ഗുണത്തിൽപ്പെട്ടവരല്ല, ബ്രാഹ്മണ ഗുണം ഉള്ളവരായിരിക്കില്ല. പക്ഷെ അവരുടെ ഗുണത്തിനനുസരിച്ച് അവർക്ക് ഭഗവാന് സേവനം ചെയ്യാൻ ഒരു അവസരം കൊടുക്കുക. അപ്പൊ ഇത് ശാസ്ത്രീയമായ വിഭജനം ഏർപ്പെടുത്തണമെന്ന് പ്രഭുപാദർ പറയുന്നില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാവില്ല എന്ന് പ്രഭുപാദർ അടിവരയിട്ട് പറയുന്നു. തബേ സഭാശിഷ്ടലോകാകരേ ഹാഹാകാരം ഐച്ഛേ കർമ്മ ഹേതാ കൈലാ കോൺ ദുരാചാരം. അപ്പോൾ അവിടെ കൂടിയ
എല്ലാ മാന്യ വ്യക്തികളും അതിശയത്തോടെ ഘോഷിച്ചു, എന്താണിത്, ആരാണ് ഇത്തരം ദ്രോഹപ്രവൃത്തികൾ ചെയ്തത്, ആരാണ് ഈ ദുരാചാരി? അടിയാനിയ സഭാദുര കരായില ജലാഗോ മായ ദിയ ചെയ്സ്ഥാന ലേബയില. അവർ തൂപ്പുകാരനെ വരുത്തി പൂജാ സാമഗ്രികളെല്ലാം ദൂരെ കളയുകയും അവിടെ വെച്ചിരുന്ന സ്ഥലം ജലവും ചാണകവും ഉപയോഗിച്ച് ശുദ്ധിയാക്കുകയും ചെയ്തു. ഇതൊരു ലോങ് എന്തായാലും വായിച്ചേക്കാം. മലം തുടച്ചു നീക്കുക, തെരുവുകൾ അടിച്ചു വൃത്തിയാകുക തുടങ്ങിയ പൊതുശുചീകരണ പ്രവൃത്തിയിൽ മുഴുകുന്ന വൈദിക സമൂഹത്തിലെ ആളുകളെ ഹാഡികൾ എന്ന് വിളിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അവർ അസ്പൃശ്യരാണ്, പ്രത്യേകിച്ചും അവിടെ തൊഴിൽ മുഴുകുമ്പോൾ. എങ്കിലും അത്തരം ഹാഡികൾക്കും ഭക്തരാകാൻ അവകാശമുണ്ട്. ഇത് ഭഗവത്ഗീതയിൽ 9:32 സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മാം ഹിപാതവ്യവസ്ഥ്യ ഏപി ശിവപാപയോനയഃ ശിയോ വൈശ്യ സദാശൂദ്ര തേപി യാന്തി പരാംഗതി. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരാ, സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി, അവർക്ക് പരമപദം പ്രാപിക്കാൻ കഴിയും. ഇപ്പോ പ്രഭുപാദ് പറയുന്നത്, ഭാരതത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ധാരാളം അസ്പൃശ്യരുണ്ട്. പക്ഷെ വൈഷ്ണവ തത്വം അനുസരിച്ച് ആധ്യാത്മിക തലത്തിലുള്ള ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം സ്വീകരിക്കാനും തദ്വാര ക്ലേശങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാനും എല്ലാവരെയും സ്വാഗതം ചെയ്യപ്പെടുന്നു. ഭൗതികമായ മാർഗങ്ങളിലൂടെ സമത്വം സാഹോദര്യവും ഒരിക്കലും സാധ്യമാകില്ല. ഇത് നമ്മൾ കണ്ടതാണ്. സമൂഹത്തിൽ ഒരുപാട് ഇസങ്ങളുണ്ട്, അല്ലെ? കമ്മ്യൂണിസം, സോഷ്യലിസം. പക്ഷെ കൃഷ്ണാബോധത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ, അല്ലെങ്കിൽ ശാന്തി കൊണ്ടുവരാൻ പറ്റൂ. തൃണാദവി സുനിചേന തരോദവി സകൃഷ്ണന എന്ന് മഹാപ്രഭു നിശ്ചയമായും ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിന് അതീതനായിരിക്കാൻ സൂചിപ്പിക്കുകയായിരുന്നു. താരിയിൽ നിന്നും ആത്മാവാണെന്ന് ഉറപ്പായി ബോധ്യമാകുമ്പോൾ അവൻ അധമജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനാൽ വിനീതനാകും. എന്തുകൊണ്ടെന്നാൽ അവൻ ആത്മീയ ഉന്നതി കൈവരിച്ചിരിക്കുന്നു. താൻ ഉൾപ്പെടിയാൾത്തവൻ സ്വയം ചിന്തിക്കുന്ന വിനയത്തെ സുനിശ്ചിതമെന്നും ഒരു വൃക്ഷത്താൽ സഹനശക്തിയുള്ളവരിനേക്കാൾ ആകുന്നതിനെ അകൃഷ്ണതത്വമെന്നും ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക സമ്പത്തിൽ ശ്രദ്ധശീലത ഭക്തി അമാന്യം എന്നും പറയുന്നു. അപ്രകാരം സ്ഥിതി ചെയ്യുന്ന ഒരു മാനധൻ എന്ന് വിളിക്കുന്നു. കാരണം അവന് മറ്റുള്ളവരെ മടി കൂടാതെ ആദരവ് നൽകാൻ തയ്യാറാക്കുന്നു. മഹാത്മാഗാന്ധി അസ്പൃശ്യരെ ശുദ്ധീകരിക്കുന്നതിന് ഹരിജന പ്രസ്ഥാനം ആരംഭിച്ചു. പക്ഷെ അതൊരു പരാജയമായിരുന്നു. ഹരിയുടെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ചില ഭൗതികദ്രവ്യങ്ങൾ മുഴുവൻ ഹരിജൻ അതാ സഹചാരി കരുതി. അത് സാധ്യമല്ല. താൻ ശരീരമല്ലെന്നും മറിച്ച് ആത്മാവാണെന്നും ബോധ്യമാറ്റ പക്ഷം അവൻ ഹരിജനാകുന്ന പ്രശ്നമില്ല. പക്ഷെ പേരിട്ടുകൊണ്ട് ഹരിജൻ എന്ന് പറഞ്ഞിട്ട് കാര്യം, ആത്മായിട്ടുള്ള ജ്ഞാനം വേണം. ചൈതന്യ മഹാപ്രഭുവിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയുടെ കാലടികൾ പിന്തുടർന്നവർക്ക് ജഡത്തെയും ചേതനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ആയതിനാൽ അവരുടെ ആശയങ്ങളും പ്രശ്നങ്ങളുടെ സങ്കീർണ സമ്മിശ്രമം അല്ലാതെ മറ്റൊന്നും ആകുന്നില്ല. അവർ വാസ്തവത്തിൽ മായാദേവിയുടെ സംഭ്രമിക്കുന്ന വലയത്തിൽപ്പെട്ട് നഷ്ടപ്രായരാകും. അതിനുശേഷം ഒരു ശ്ലോകം വായിച്ചു നിർത്താം. ദിനാദിനാരേശൈ ഗോപാല ചപല സർവാംഗ ഹൈല കുഷ്ഠവഹനേ രക്തധാര. 3 ദിവസം കഴിഞ്ഞപ്പോ ഗോപാല ചപലന് കുഷ്ഠരോഗം ബാധിച്ചു. എന്താ കാരണം? അദ്ദേഹം ചെയ്തത് വലിയ അപരാധമായി, വൈഷ്ണവ അപരാധമാണ്. അവന്റെ ശരീരത്തിൽ സർവാംഗങ്ങളും വ്രണമുണ്ടായി, അവയിൽ നിന്ന് രക്തം ഒലിക്കാൻ തുടങ്ങി. സർവാംഗപടിയിലേക്ക് കാടേതര അസഖ്യ വേദന ദുഃഖേ ജലേ അന്തര. ശരീരം 3 അണുക്കളും കീടങ്ങളും കടിച്ചു കൊണ്ടിരുന്ന ഗോപാലചപലന് അസഖ്യമായ വേദന അനുഭവപ്പെട്ടു. അവന്റെ ശരീരം മുഴുവൻ ഉത്കടമായ വേദനയിൽ ദഹിച്ചു. ഗംഗാക്കാടെ വിഷതലേ രഹേദാവാസിയ ഏകദിനാബലെ കിച്ചു പ്രഭു കെ ദേക്കിയ. കുഷ്ഠരോഗം പടർന്നു പിടിക്കുന്ന രോഗമായതിനാൽ ഗോപാലചപലൻ ഗ്രാമം വിട്ടുപോയി. ഗംഗാതീരത്ത് വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. ഒരു ദിവസം അവൻ ചൈതന്യ മഹാപ്രഭു അതിൽ കടന്നു പോകുന്ന കാണുകയും അവിടെ നിന്നോട് ഇപ്രകാരം പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഗ്രാമസംബന്ധേ അമിത്വമാതുല ഭാഗിനാമൊഴി കുഷ്ഠവ്യാധിതേ ഘനായിശേ വ്യാകുല. പ്രിയ ഭാഗിന, നമ്മുടെ ഗ്രാമീണ ബന്ധത്തിൽ ഞാൻ നിന്റെ അമ്മാവനാണ്. ഈ കുഷ്ഠം എത്രയധികം എന്നെ ബാധിച്ചുവെന്ന് ദയവായി കാണുക.
ലോകസഭാ ഉദ്ധാരിലെ തൊമാരാവതാര മുനി ബെടാ ദുഃഖി മോരെ കരഹ ഉദ്ധാര. അങ്ങയുടെ ഈ അവതാരം അനേകം പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നു. ഞാൻ അത്യന്തം ദുഃഖിതനായ ഒരു പതിതനാണ്. അങ്ങയുടെ കാരുണ്യത്താൽ ദയവായി എന്നെ മോചിപ്പിക്കണം. ഗോപാൽ ശബലൻ വാചാലിനും ഭദ്രകാരിയുമായിരുന്നെങ്കിൽ അവൻ ലാളിത്യം ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. അപ്രകാരം അവൻ മഹാപ്രഭു എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കാൻ ആഗതനായെന്ന് ഭഗവാൻ വിശ്വസിക്കുകയും സ്വന്തം മോചനത്തിനായി ഭഗവാന്റെ കാരുണ്യം തേടി അപേക്ഷിക്കുകയും ചെയ്തു. പാപിയുടെ മോചനത്തിൽ അവൻ ശാരീരിക രോഗങ്ങളുടെ ചികിത്സയിൽ അടങ്ങുന്നില്ലെന്ന് അവന് അറിയാമായിരുന്നു. മനുഷ്യൻ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് സ്വന്തനാകപ്പെടുമ്പോൾ അവൻ ശാരീരിക രോഗങ്ങളും സ്വയമേ ഭേദമാക്കപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഗോപാൽ ശബലൻ കുഷ്ഠരോഗം മൂലമുള്ള അവന്റെ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിച്ചു. അവന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ചൈതന്യം സ്വീകരിച്ചെങ്കിലും ക്ലേശങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം അവനെ അറിയിക്കാൻ ആഗ്രഹിച്ചു. അപ്പോ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ലീല. ഇതിൽ നിന്നുള്ള പാഠം എന്ന് പറഞ്ഞാല് വൈഷ്ണവപരാധം ഉണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടില്ല. അപ്പൊ ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ചൈതന്യ മഹാപ്രഭു തന്നെ സച്ചിമാതാവിനോട് അദ്വൈതാചാര്യന്റെ കാല് പിടിക്കാൻ അപേക്ഷിച്ചു. കാരണം സച്ചിമാത സ്വന്തം അമ്മ തന്നെ അദ്വൈതാചാര്യനോട് അപരാധം ചെയ്തു. അപ്പോ പ്രഭുപാദർ പറയുന്നുണ്ട് ഇവിടെ, വൈഷ്ണവപരാധം ചെയ്താൽ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടില്ല. ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അപരാധം. അപ്പൊ പിന്നീട് ചൈതന്യ സച്ചിമാത അദ്വൈതാചാര്യനെ ഇത് കേട്ട ഉടനെ എല്ലാവരും ഭക്തന്മാരും ചേർന്ന് അദ്വൈതാചാര്യനെ അവിടെ കൊണ്ടുവരും. അപ്പോ അദ്വൈതാചാര്യൻ യഥാർത്ഥ സച്ചിമാതാവിനെ പൂഴ്ത്തിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് കാലില് ടച്ച് ചെയ്യുകയും പിന്നീട് അപരാധത്തിൽ നിന്ന് വിമുക്തമാക്കുകയും ചെയ്തു. ഇപ്പോ ചൈതന്യ മഹാപുത്രൻ ലീലകളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ അത്രത്തോളം തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വൈഷ്ണവ അപരാധം. അപ്പോൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കുക. അറിഞ്ഞുകൊണ്ടൊരു ഭക്തന് ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല, പക്ഷെ അറിയാതെ ചില അപരാധങ്ങൾ ചെയ്യും. അപരാധം ചെയ്യാതെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അതിജീവിക്കാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ മാരായന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ലയോ? ചർണാദം കുടിക്കുമ്പോൾ തന്നെ താഴെ വീഴുന്നുണ്ട് അല്ലെ? പലപ്പോഴും പ്രസാദം ചവിട്ടി മതിക്കാറുണ്ട്. വാഷിംഗ് ബേസിലെയോ ഉറുമ്പുകളെ നമ്മൾ കൊല്ലാറുണ്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പ്രത്യേക കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടൂ. ഒരു ഏറ്റവും തലപുലർത്തി പിറന്നവന് നമുക്ക് യവനൻ ആയാലും ചണ്ടനായാലും അദ്ദേഹത്തിനെ കൃഷ്ണഭക്തനാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ കഴിയും. അപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമുക്കിവിടെ നിർത്താം. ആർക്ക് എന്തെങ്കിലും സംശയം അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. നമുക്ക് 49 വരെ സോറി 49. കൃഷ്ണ പ്രഭു. ഓക്കെ, അടുത്ത 50-ാമത്തെ മുതലാണ് വായിക്കാനുള്ളത്. ഓർമ്മിച്ചുള്ള കൃഷ്ണ വാഞ്ചാകൽപതരൂപേശ കൃപാസുന്ദരം. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭുജി, താങ്ക് യു. വളരെ നന്ദി പ്രഭുജി. ദണ്ഡവത് പ്രണാമം. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭുജി. ദണ്ഡവത് പ്രണാമം.